Hello everyone, welcome to Pit Stop. നമ്മൾ ഇന്നുള്ളത് ഗാർഡൻ സിറ്റിയായ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിനെ കുറിച്ച് ചോദിച്ചു എന്ന് വെച്ചാൽ ചിലർ പറയും അവർക്ക് ഷോപ്പിംഗ് ആണ് ഇഷ്ടം എന്ന് പറയും. വേറെ ചിലർ പറയും അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റും ഈ സിറ്റിയുടെ ഒരു ആർക്കിടെക്ചറും എല്ലാമാണ് ഇഷ്ടം എന്ന് പറയും. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ബാംഗ്ലൂരിലെ നൈസ് റിംഗ് റോഡ് അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയും. കാരണം നൈസ് റിംഗ് റോഡ് അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് ഒരു 45 to 50 കിലോമീറ്ററോളം വരുന്ന ഒരു സ്ട്രെച്ചാണ്. അതായത് എല്ലാ മേജർ ഹൈവേസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബൈപ്പാസ് ഹൈവേ ആണ് ഈ ഔട്ടർ റിംഗ് റോഡ്. അതൊരു 6 ലൈൻ ഹൈവേ ആണ്. അതെന്ന് വെച്ചാൽ ഡ്രൈവ് അത്രയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണിത്. സോ നമ്മൾ ഇന്നൊരു ഡ്രൈവ് ട്രാവലോഗാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വിത്ത് ദ ബെസ്റ്റ് പ്രീമിയം SUV ദാറ്റ് ഈസ് ദ BMW X3. സോ നമ്മൾ ഇന്ന് ഒരു ഹിൽസിലോട്ടാണ് പോകുന്നത്. ബാംഗ്ലൂർ ഒരു സിറ്റി പ്ലേസ് ആണെങ്കിലും അതിന് ചുറ്റും ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ്. ഞാൻ ഒരുപാട് തവണ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ നിയർ ബൈ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. സോ ഇന്ന് അതിൽ ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വിത്ത് ദ BMW X3. So a good car and a good road. So ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം, കാരണം ഹൈ സ്പീഡിലായിരിക്കും എല്ലാ വെഹിക്കിൾസും വരുന്നുണ്ടാവുക. സോ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണർ ഇല്ലാതെ ഒരിക്കലും ഡ്രൈവിന് പോകില്ല. സോ വെർ ഇസ് മൈ പാർട്ട്ണർ? സുനിൽ. ബഡി സാവന്തുർഗ ഹിൽസ് പോലെ സാവന്തുർഗ ഹിൽസിലേക്ക് പോവാലോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്ററോളമാണ് ഉള്ളത്. നമ്മളിപ്പോ നൈസ് റിംഗ് റോഡിൽ നിൽക്കല്ലേ. അപ്പോൾ നൈസ് റിംഗ് റോഡിൽ നിന്ന് നമ്മൾ കുറച്ചു ദൂരം കൂടെ പോയിട്ട് മൈസൂർ റോഡിലേക്കുള്ള ഡൈവേഷനിൽ ഇറങ്ങണം. സോ മൈസൂർ റോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ് അതിന്റെ റൂട്ട്. പോവല്ലേ? ഓൺ ദ വേയിൽ 2 സ്ഥലം കൂടി കവർ ചെയ്യണം, ബിഗ് ബനേട്രി മച്ചനപ്പല്ലേ. ഓക്കെ, പോവാലോ. ഷുവർ. അപ്പോൾ നമ്മളിപ്പോൾ നൈസ് റിംഗ് റോഡിൽ നിന്ന് മൈസൂർ റോഡിലേക്ക് ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞ ഉടനെ ഒരു 2-3 കോളേജസും ഒരു ചെറിയൊരു ടൗണിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എല്ലാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം കൂടെ പോയിട്ട് നമുക്ക് വീണ്ടും റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പിന്നെ ബിഗ് ബനിയൻ ട്രീയും, അപ്പോൾ പിന്നെ അടുത്തത് മെക്സിൻഡാലയോ സംതിങ്. അപ്പോൾ അങ്ങനെ 2 സ്ഥലങ്ങളാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. നിനക്ക് നമ്മൾ ചെന്നൈ പോയത് ഓർമ്മയുണ്ടോ? നമ്മുടെ BMW സർവീസ് ബുക്ക് എടുത്തപ്പോഴേ മറ്റേത് ഓർമ്മ വന്നത്. സർവീസ് ബുക്ക് കൊടുത്തതാ. ശരിയായ സീനായിരുന്നില്ല അത് പോലീസുകാരെടുത്ത്. ശരിക്കും അന്ന് അവരൊന്നും നോക്കിയില്ല, അതാണ് സത്യാവസ്ഥ. RC ബുക്ക് ശരിക്കും അവർക്ക് എന്താന്ന് എടുത്ത് കിറ്റ് എടുത്ത് കൊടുത്തപ്പോ അതെ 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 ശരിയാണ്. പിന്നെ അത് കാരണം കൊണ്ട് ഇവിടുത്തെ ഏരിയ ഒക്കെ പൊതുവെ നോക്ക് ഒരു ഭയങ്കര ഒരു ഡ്രൈ ആയ ഒരു. തീർച്ചയായും. ഹിൽസിലോട്ട് യാത്ര ഒരു പകുതിയോളം ദൂരം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സാവന്തുർഗ ഹിൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഒരൊറ്റ ഒരു കല്ല്, സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ ആണത്. അതായത് മൊണോലിത്ത് സ്റ്റോൺ എന്ന് പറയും. അതിന് എന്തൊക്കെയോ ഹിസ്റ്ററി ഉണ്ട്. അതായത് സിംഗിൾ ഒരു പീസ് ഓഫ് സ്റ്റോൺ.
സോ അതല്ലാതെ 2-3 പാറകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് അങ്ങനെയൊന്നും അല്ലാതെ സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതായത് ഒരു ആന ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അത്രയും ഒരു ആനപ്പുറം കാണുന്ന പോലെ ഉണ്ടാവും അതിൻ്റെ പുറം, നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് വ്യൂ ഉള്ള വ്യൂ. സ്ഥലങ്ങളെ കുറിച്ച് കുറെ പറഞ്ഞു, വണ്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3rd ജനറേഷൻ X3 ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പോയില്ലേ, സോ അത് 2nd ജനറേഷൻ X3 ആണ്. സോ അതിലും ആ 2nd ജനറേഷൻ 3rd ജനറേഷൻ ഈ X3ക്കും വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അതിന്റെ എഞ്ചിനാണ്. എഞ്ചിൻ എന്ന് വെച്ചാൽ BMW മാനുഫാക്ചർ ചെയ്യുന്ന പുതിയ 2 ലിറ്റർ എഞ്ചിനാണ് ഇപ്പോൾ BMW പുതിയ X3യിലാണ് ആദ്യമായിട്ട് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും ഇനി 3 സീരീസിലും 5 സീരീസിലും ബേസിക് മോഡൽസിൽ വരാൻ പോകുന്നത്. ഫ്രണ്ടിലത്തെ ക്രോം ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ? ഫ്രണ്ടിലത്തെ ഗ്രില്ല് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ചെറിയൊരു ട്വീക്സ് ഒക്കെ കൊടുത്തിട്ട്, പിന്നെ അതിന്റെ ഹെഡ്ലൈറ്റ്സ് അങ്ങനെ ഗ്രില്ലിലോട്ട് ചേരുന്ന പോലെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് അതിൽ. ഫ്രണ്ടിൽ അത്ര ബട്ട് ഈ പഴയ X3യിലും പുതിയതിലായിട്ട് എന്താ വ്യത്യാസം? പിന്നെ BHP പവറിലൊക്കെ വ്യത്യാസം ഉണ്ടോ? പഴയ X3നേക്കാളും ഇതിൽ ഒരു 3 BHP നമുക്ക് ജാസ്തിയായി കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ 190 BHP ഉണ്ട്, 4000 RPM 190 BHP ഓഫ് പവർ കിട്ടും നമുക്ക്. പിന്നെ ടോർക്ക് എന്ന് വെച്ചാൽ 40.7 കിലോഗ്രാം ഓഫ് ടോക്ക് ആണ് കിട്ടുന്നത് നമ്മൾക്ക്. സോ ഓൾ ടുഗദർ ഈ എഞ്ചിൻ എന്ന് വെച്ചാൽ കുറച്ചൊരു എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ട്വീക്ക് കൊടുത്തിട്ട് കുറച്ച് നല്ലൊരു സ്മൂത്ത് പവർ ഡെലിവറി കിട്ടുന്നുണ്ട്. മൈലേജ് ഒക്കെ പെർ ലിറ്റർ? മൈലേജും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ഏകദേശം. കാരണം ഈ 2 ലിറ്റർ എഞ്ചിൻ BMW വെച്ചാൽ എഫിഷ്യൻസി കൂടുതലുള്ള ഇതാണ്. അപ്പോൾ ഇക്കോ ലിറ്റർ ഓടിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മൈലേജ് കിട്ടും. ഒരു SUV ആണെങ്കിലും ഇതിനൊരു 15 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെ മൈലേജ് തീർച്ചയായും കിട്ടും. ഇപ്പൊ നമ്മൾ എന്താ ഈ കയറും പിടിച്ച് നിൽക്കുകയെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലെ? ഉള്ളിൽ പെട്ട് നമ്മൾ ജസ്റ്റ് ഇതൊരു BMW X3 X-Drive, അതായത് 4-wheel drive സിസ്റ്റം ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു എഫിഷ്യൻസി കാട്ടാന്ന് കരുതിയിട്ട് കുറച്ച് ഓഫ് റോഡ് റാമ്പ് കണ്ടപ്പോൾ അതിലൊന്ന് ഇറക്കി കയറ്റാന്ന് വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഓരോ മിസ്റ്റേക്സ് പറ്റാറുണ്ട് എല്ലാവർക്കും വണ്ടി ഓടിക്കുമ്പോൾ. സോ അതുപോലെ ഇത് അതിന്റെ അടിയിൽ ഒരു ചെറിയൊരു ബ്ലോക്ക് പോലെ സാൻഡും കുറച്ച് ലൂസ് ആയിരുന്നു. സോ അത് കാരണം കുറച്ചൊന്ന് ഉള്ളിൽ പോയിട്ടുണ്ട് വണ്ടി. ഗിരീഷ് ചേട്ടനുണ്ട്, ഇത് മഹേഷ് ചേട്ടനുണ്ട്, ഇത് രാമു ചേട്ടനുണ്ട്, ഇത് ജഗദീഷ് ചേട്ടനും ഉണ്ട്. അപ്പൊ ഇവര് 4 പേരും ഒരു വലിയൊരു ട്രാക്ടർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പ്രശ്നമില്ല, നമ്മൾ ഈ റോപ്പ് കെട്ടിയിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ X3 എടുത്തിട്ട് പോകണം. സോ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. സോ നമ്മൾ ഇത് എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥയാണ്. സത്യാവസ്ഥ. കയറ് കെട്ടിട്ട് നമ്മള് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഒന്ന് പുള്ളി ചെയ്ത് ട്രാക്ടറും വലിച്ചു നോക്കി. പക്ഷെ കയറ് പൊട്ടുകയും ചെയ്തു. ആ കയറ് പൊട്ടിപ്പോയി. സോ അപ്പൊ ചെയിൻ ബ്ലോക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ രാമുബായിന്റെ ഫ്രണ്ട്സ് പോയിരിക്കുകയാണ്. സോ അവര് വന്ന ഉടനെ ചെയിൻ ബ്ലോക്ക് വെച്ച് വണ്ടി വലിക്കാൻ പറ്റുന്നതാണ്. എത്തിക്കഴിഞ്ഞാൽ പാലക്കാട് പോയി എത്താം. റോഡ് അറിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ട്രയൽ നടത്താൻ പോവാണ്, നമുക്ക് അവിടെ കാണാം. നമ്മുടെ ഫൈനൽ ട്രയലില് വളരെ റിസ്കി ആയിട്ടുള്ള ട്രയൽ ആയിരുന്നു അത്. നമ്മൾ വളരെ വിജയകരമായി ഇതാക്കി. നമ്മൾ പോവാന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും നമ്മളിപ്പോ പോയിരിക്കും. സോ എ ബിഗ് താങ്ക്സ് ടു രാമുബായ്. രാമുബായ് ഇതറാവോ? രാമുബായ് ആണ് ഇന്നത്തെ നമ്മുടെ ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്രയും ഒരു ഇന്റീരിയർ കർണാടകയാണ്, നമ്മൾ റൂട്ട് തെറ്റി ഇത്രയും ഉള്ളിലൊരു കർണാടകയിലാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോ. എന്നിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ച രാമുബായിക്ക് താങ്ക് യു സോ മച്ച്. സോ വണ്ടി നമ്മൾ ആദ്യം ഒന്ന് പുറത്തെടുത്തു. അവിടുത്തെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു. മൂപ്പർക്ക് ഒരു എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാന്ന് പറഞ്ഞു. കാരണം നമ്മൾ വിളിച്ചത് ഇത്രയും ദൂരം വന്ന് ഹെൽപ്പ് ചെയ്തില്ല. പക്ഷെ പുള്ളിക്ക് എന്ത് കൊടുത്തിട്ടും പുള്ളി വാങ്ങുന്നില്ല. സ്നേഹമാണ് വലുതാണ് പറയുന്നത്. അപ്പൊ സ്നേഹമാണ് വലുതെന്ന് പറഞ്ഞ് പുള്ളി വാങ്ങുന്നില്ല. രാമു പയ്യ താങ്ക് യു.
അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് മാക്സിമം SUVs ഓഫ് ദീസ് കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു അങ്ങനെ ഓഫ് റോഡിന് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ SUVs. എന്നാലും ഞങ്ങൾ ജസ്റ്റ് അത് ചെറിയൊരു ഇതായിരുന്നു. പക്ഷെ അവിടെ ചെറിയൊരു ലൂസ് ഓയിൽ ആയത് കാരണവും അതുകൊണ്ടും ചെറുതായിട്ടൊന്ന് കുടുങ്ങി പോയതാണ്. പക്ഷെ നമുക്ക് ഹെൽപ്പിന് രാമുബായ് ആൻഡ് ടീം ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ നമ്മള് പുറത്തു വന്നു. നമ്മളിപ്പോ സാവൻദുർഗ ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു വരണ്ട മരുഭൂമി പോലെയുണ്ട് ഈ ഒരു ഏരിയ. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല. അതെ. നമ്മളെല്ലാം ഇത്ര നേരം ഒരുപാട് ബുദ്ധിമുട്ടിയത് കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വിശപ്പുള്ളത് സുനിൽ ഷംനാസിനാണ്. ഒരിക്കൽ നമ്മുടെ BMW X3 സ്റ്റക്കായി എന്ന് വെച്ചിട്ട് അതിന്റെ ഓഫ് റോഡ് കാപ്പബിലിറ്റീസ് നമുക്ക് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പുതിയ X3 ഇത് നമ്മളുടെ കയ്യിലുള്ള മോഡൽ എന്ന് വെച്ചാൽ X3 X-Line ആണ്. സോ ഈ X3 X-Line മോഡലിൽ ഡൈനാമിക് ഡാമ്പേഴ്സ് വരുന്നുണ്ട്. അതായത് അതാണ് നിങ്ങൾക്കിപ്പോൾ ഞാനൊരു സാമ്പിൾ കാണിച്ചു തന്നാണ്. ഇപ്പോൾ ഓഫ് റോഡിലൊക്കെ പോകുമ്പോൾ 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ അതാണ് ഈ കാപ്പബിലിറ്റീസ്. അതായത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് ഓഫ് റോഡിങ് ആയാലും ഇപ്പോൾ ഒരു കോർണറിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നമുക്ക് അഡ്വാൻറ്റേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ X3 ശരിക്കും പറഞ്ഞാൽ ഒരു കേപ്പബിൾ ഓഫ് റോഡറാണ്. ബട്ട് എക്സ്ട്രീം ഓഫ് റോഡിങ് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ നമ്മളത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇന്ന് ശരിക്കും നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. നമ്മൾ കാലത്ത് നേരത്തെ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഓഫ് റോഡിൽ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. സോ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്തത് X3, ദ ന്യൂ ജനറേഷൻ X3, വിച്ച് ഇസ് ദ തേർഡ് ജനറേഷൻ X3. അതിന്റെ സ്പെസിഫിക് മോഡൽ എന്ന് പറയുന്നത് X3യുടെ X-Line എന്ന് പറയുന്ന മോഡലാണ്. സോ ഇത് ഓൾ ടുഗദർ ഇറ്റ്സ് എ ഗുഡ് കാർ. സോ ഇന്നും പൊതുവെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഡ്രൈവ് ആയിരുന്നു നമ്മളിപ്പോൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തിരിച്ചിപ്പോൾ ടൗണിലോട്ട് കയറുകയാണ്. സോ ബാംഗ്ലൂർ സിറ്റിയാണ് നമ്മളുടെ പുറകിലുള്ളത്. വി ആർ ഗോയിങ് ടു എൻ്റർ ദ സിറ്റി. സോ ഇതിന് മുകളിൽ നമുക്ക് വണ്ടി എവിടെയും നിർത്താനൊന്നും പറ്റില്ല, ഫുൾ ട്രാഫിക് ജാം ആയിരിക്കും. സോ ഞങ്ങൾ അതിൽ പോയി കഷ്ടപ്പെടാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ട്രാവൽ എക്സ്പീരിയൻസ് വൈൻഡ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ ബൈ, അടുത്ത ഷോയിൽ കാണാം. ബൈ.